അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. അപ്പൊ കൂന്തള് വരട്ടിയതും പപ്പടം കാച്ചിയതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം ഇന്ന് ലേസം കൂന്തളൊക്കെ കിട്ടിയപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിക്കാണ്ട് കായം പോലെ വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കായം പോലെ വെച്ചാൽ. ചിലവർ പൊരിച്ചൊക്കെ ചെയ്യൂലേ. ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് പൊരിച്ചൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിങ്ങനെ വലിയ ഡബ്ബറും പന്ത് കടിച്ചണ മാതിരിയാണ് മാറി. അപ്പം ഞാൻ എന്തായിട്ടും നല്ലോ മസാലയൊക്കെ ഇട്ടുകാണ്ട് കായം പോലെ വെച്ചുകാണ്ട് അതിക്ക് ലേസം പച്ച വെളിച്ചെണ്ണി വെച്ചുകാണ്ട് അങ്ങോട്ട് മൂടി വെച്ചു കേട്ടോ. നല്ല രസം. അതിക്ക് പിന്നെ ചാറൊന്നും വേണ്ട. എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു കഞ്ഞിൻ്റെ വെള്ളം താളിച്ചണം. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിന് പരക്കം പായാനാവില്ല എത്തിയപ്പോഴേ ഒരു 2 പപ്പടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുത്തുകാണ്ട് ലേസം ചീരുള്ളിയൊക്കെ മൂപ്പിച്ച് കാണ്ട് ഒരു പച്ചമുളകും കീറിയിട്ട് കഞ്ഞിൻ്റെ വെള്ളം പറന്നുകാണ്ട് പപ്പടമാണ് താളിച്ച് വെച്ച്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ കുശാലായി ലേസം ഉപ്പിട്ട് അപ്പം നല്ല അടിപൊളി കണ്ടോക്കിയാൽ നല്ല ഗ്രേവി ആയി വന്നിക്കണം കേട്ടോ. നല്ല ഇഷ്ടമാണ് മക്കൾക്ക്. ഇതൊന്നും ഓടി എത്തൂല. ഞാൻ ആളെണ്ണം അങ്ങോട്ട് ഓരി വെച്ച് തുടങ്ങണം. അപ്പോൾ വേഗം പണിയൊക്കെ കഴിഞ്ഞ് മഞ്ചേരി ഒന്ന് പോട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? മക്കൾക്കൊക്കെ പനിയായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി പോയി വരികയാണ്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി. അപ്പം മക്കളെയൊക്കെ ഇവിടെ ഇട്ടുകാണ്ടാണ് പോയിരുന്നത് കേട്ടോ. കുട്ടികളെ കാണിച്ചു. ഞാൻ പറഞ്ഞിരുന്നു. കൂടുതൽ ആൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചിരുന്നു എന്ത് പനിയാണെന്ന്. ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്നല്ലോ. എന്താ തക്കാളിപ്പനിയാണ് കേട്ടോ. അപ്പം മിന്നൂനുണ്ടായിരുന്നു. അത് മാറിപ്പോൾ പൊന്നൂനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യോണ്ടി. പിന്നെ വീഡിയോസ് ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നിനും കൂടിയിട്ടില്ല. ഒന്നാമത് നമ്മളെ ബൺ മെറ്റീരിയലൊക്കെ അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആവശ്യക്കാർ വിളിച്ചോളി. ഞാൻ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരലുണ്ട്. നമുക്ക് വീട്ടിലിരുന്നൊരു ചെറിയ വരുമാനം ആ രീതിക്കാണ് നമ്മൾ ഇത് തുടങ്ങിയത് തന്നെ. അപ്പോൾ എന്തും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചോ ഇത് കണ്ടോ, പാൽ കേക്കാണ് കേട്ടോ. കുറേ ദിവസമായി കുട്ടികൾ പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഓരോ കേക്കൊക്കെ വാങ്ങി പോരല്. ഇതിനെത്ര 50-55 ഉറുപ്പ്യൊക്കെ ഉള്ളൂ. ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇമ്ലി മുട്ടായും വാങ്ങിയിട്ടുണ്ട് 20 ഉറുപ്പ്യേൻ്റെ പാക്ക്. അപ്പോൾ അതിൽ കുറച്ചുണ്ടാവും. കുട്ടികളൊക്കെ കരിയുമ്പോഴേ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കലുണ്ട് കേട്ടോ. എല്ലാവർക്കും തരും. എല്ലാവർക്കും ഒരേ തരും. ആർക്കൊക്കെ ഇമ്ലി മുട്ടായി വേണ്ടി? ഇമ്ലി മുട്ടായി ഒന്ന്. അപ്പോൾ നമ്മൾ കുഴങ്ങിയപ്പോൾ അവിടെയാണ് ഇരുന്നു കേട്ടോ. ഇമ്ലി മുട്ടായി എല്ലാവർക്കും ഓരിയൊക്കട്ടെ. കുറച്ചൊക്കെ നിങ്ങളോട് വർത്താനം പറയും ചെയ്യാമെന്ന് കരുതിക്കാണ്ട് കുട്ടികൾക്കാണ് ഓരി വെച്ച് കൊടുത്താലേ ആദ്യമേ തീരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കച്ചറ ഉണ്ടാക്കും. ഞാൻ ഓൽക്കും വേണ്ടി പാത്തക്കലാണ് കേട്ടോ. ഇവരൊക്കെ സ്കൂൾക്ക് പോയാൽ ഇവർ ഇങ്ങനെ കരിയുമ്പോഴേ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ അടങ്ങിയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ വല്ലാത്ത ദിവസമായിരുന്നു. ഭയങ്കര സങ്കടം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. നമ്മളെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോവുക എന്ന് പറയില്ല. കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യത്തിൽ വയ്യ. അവർക്ക് അസുഖവും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കുത്തുവാക്കും കാര്യങ്ങളും നമ്മൾ നല്ല സ്ട്രോങ്ങിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജീവിക്കാൻ വേണ്ടി പരക്കം പായുമ്പോൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കൂലേ. മക്കളെ ഇന്നലത്തെ കമന്റിൽ ഞാൻ ഇങ്ങനെ കണ്ടു. ഇന്നലത്തെ വീഡിയോസിന്റെ അടിയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞൊന്നുമില്ല. ഞാനിപ്പോ എന്താ ഒരു കമന്റ് കണ്ടോ ഇതുവാ ഇന്നലത്തെ കമന്റില് എന്താ ഇന്നലത്തെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് പൊന്നാര മക്കളെ എന്താ നമ്മൾ അന്തക്കേട് കാണിച്ചത്. വീട്ടിലിരിക്കണ ഉമ്മമാർക്ക് ഞാൻ ചെയ്യണ പോലെ വീട്ടിലിരുന്ന് ഇത് ഞാൻ വെറുതെ പറയല്ലേ തലയെ കൊട്ടിയും ചുമന്ന് കാണ്ട് നമുക്ക് അങ്ങാടി കൂടെ കൊണ്ടെടുക്കാൻ പറ്റൂല. വീട്ടിലിരുന്ന് കാണ്ടി ചെറിയൊരു സംരംഭം തുടങ്ങുക. നമുക്ക് എന്തെങ്കിലും ഒരു കയ്യിൽ വരുമാനം ഭർത്താക്കന്മാരെ മുന്നിലായാലും ആരെ മുന്നിലായാലും കൈ നീട്ടണ്ടല്ലോ. അങ്ങനെ അതിലിപ്പോ എന്താ അന്തക്കേടാണ് ഞാൻ പറഞ്ഞത്. അതിൽ പറയുന്നുണ്ട് കമന്റില്
അന്തല്ല എനിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ നിങ്ങളെല്ലാരും തീരുമാനിച്ചത് കേട്ടോ, എന്താ ഇപ്പൊ ഞാൻ അതിൽ അന്തക്കേട് പറഞ്ഞത് എന്ന്. ഈ പറഞ്ഞ ആൾക്ക് ഇപ്പൊ നല്ലോണം അന്തമുണ്ടെന്ന് ഏകദേശം ആളുകൾക്ക് മനസ്സിലാക്കും. വെറുതെ നമ്മൾ ആ ചട്ടിയും കുടുക്കിയിട്ടിയിൽ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇങ്ങനെ പൊട്ടത്തിയാക്കാം. അല്ലാതെ തന്നെ ചിലവല്ല അങ്ങനത്തെ വർത്താനുണ്ട്, കുഴപ്പമില്ല. നമുക്ക് വിഷമം വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണമല്ല, അതൊക്കെ ബാഡ് കമന്റ് നമ്മൾ കേൾക്കലുണ്ട്. പക്ഷെ അത്ര നമ്മൾ ഡീസൻ്റ് ആയിക്കാണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു വരുമാനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. പിന്നെ എൻ്റെ ആളുകൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, മെറ്റീരിയൽസ് വാങ്ങിക്കണവരൊക്കെ മുറിക്കണ പറഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട്. അത് പബ്ലിക്കായി കാണിച്ചു കൊടുക്കണ്. അതിനിപ്പോൾ അന്തല്ല എനിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ അപ്പം നമ്മളതിന് മറുപടി പറയാം? ഈ കേൾക്കുന്ന ആളുകൾക്കും അന്തല്ലേ, ഈ പറഞ്ഞ ആൾക്കും അന്തല്ലേ? എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയണത്? കുറച്ചൊക്കെ നമ്മളെ പ്രതികരിക്കാനേ പറ്റുള്ളല്ലോ. പാത്തൂന് ആരോടും ദേഷ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാന്യമായിട്ട് വീഡിയോ ചെയ്യണേ, ആരെയും ഉപദ്രവിക്കാതെ എന്താതെ നമ്മളെ കണ്ടന്റോ നമ്മളെ കാര്യങ്ങളോ ഒരാളിലേക്ക് വലിച്ചേക്കാതെ നമ്മൾ പറയണേ. പിന്നെ അതിന് നിങ്ങൾ ഞാൻ പറയില്ല, ചിലവർക്ക് നമ്മൾ സ്വതന്ത്രമായി നല്ല രീതിയിൽ ജീവിക്കണ തന്നെ ഇഷ്ടമല്ല. എന്ത് നല്ലതായിട്ടാണ് അപ്പം നമ്മൾ ജീവിക്കണേ അല്ലേ? നിങ്ങൾക്കൊക്കെ ഇതിൽ യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർക്കും ഏകദേശമൊക്കെ അറിയാം നമ്മൾ എങ്ങനെ പേഴ്സണലായി വിളിച്ച് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കുത്തി ഇങ്ങനെ പറയുമ്പോഴേ ഒന്നാമ വിഷമം വ്യത്യാ അതാണ്. അമ്മക്ക് ബാഡ് കമന്റ് ഒക്കെ വരലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞാനൊരു നല്ലൊരു കണ്ടന്റ് ഇട്ട് ചെയ്തപ്പോ അന്തല്ലാത്തോളെന്ന് പറഞ്ഞപ്പോഴേ അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് എന്താ എന്റെ മേത്തൊക്കെ ആരും ചാടാൻ നിൽക്കല്ലേ, ഇടക്കൊക്കെ അങ്ങനത്തെ നമ്മൾ മറുപടി കൊടുക്കണ്ടേ അല്ലേ? ഓൾക്ക് അന്തണ്ടെന്നൊന്ന് തെളിയിച്ചാൽ മതി. അങ്ങനത്തെ ഒക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരുമ്പോ അന്തല്ലടി എന്നൊക്കെ ചോദിക്കുമ്പോ എന്താപ്പ അത്? ഞാനൊക്കെ നിങ്ങളൊക്കെ അമ്മാരും താത്താരും അനിയത്തി പോലെയൊക്കെ കാണും. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു വിളിക്കണ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇന്നും എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ആള് വരെ കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഞാൻ നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാന്ത്വനിപ്പിച്ചു കൊടുക്കലുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലുണ്ട്. ജീവിതമാണ് പിടിച്ചു നിൽക്കാൻ പറഞ്ഞിക്കാണ്ട് ഓരോ അവസ്ഥയിൽ കൂടെ കടന്നു പോണ ആളുകളാണ് നമ്മൾ. അത് പറഞ്ഞു കൊടുത്തും മനസ്സിലാക്കി കൊടുത്തും എൻ്റെ ഏട്ടത്തിയെ പോലെ കണ്ടുകാണ്ടും അനിയത്തിയെ പോലെ കണ്ടുകാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാ കാര്യവും. ഈ ഒരു ബൺ മെറ്റീരിയൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്തു ജാതി ചോദ്യങ്ങളാ ചോദിച്ചാൽ ഞാൻ പറയും കാക്കൂനോട്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട അവകാശം നിങ്ങൾക്ക് ഉണ്ട്, പറഞ്ഞു തരേണ്ട അവകാശം എനിക്കും ഉണ്ട് അല്ലേ? നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങണതാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടുകൾ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളുണ്ട്. കൂടുതലും ഞാൻ അവരോട് പറയാം, നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമ്മളത് പറഞ്ഞു തരും, കറക്റ്റിൽ പറഞ്ഞു തരും. മെറ്റീരിയൽസ് വാങ്ങിച്ചവർക്കൊക്കെ ഞാൻ കറക്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു വീഡിയോ നല്ല സന്തോഷം കൊണ്ട് ചെയ്തപ്പോൾ അതിലങ്ങനെ അധികം ആളൊന്നും ഇപ്പം അങ്ങനെ ബാഡ് കമൻറ്റ് ഇടലില്ല. ഈ വെറുതെ ഉണ്ടാവുമല്ലോ ചൊറീണ ആളുകൾ, അങ്ങനത്തെവരൊക്കെയാണ് അങ്ങനെ ചെയ്യുള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മൾക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊക്കെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും നിങ്ങളൊക്കെ ആ രീതിയിൽ പെട്ട ആളുകളാണ് എനിക്കറിയാം. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരലുണ്ട്, നമ്പർ പബ്ലിക്കായിട്ട് വിഷമങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കേട്ടിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സന്തോഷമാണ് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കേട്ടിക്കാൻ കഴിയുമോ? എനിക്കൊഴിവുണ്ട്, ഞാനൊക്കെ കേൾക്കലുണ്ട്, നിങ്ങൾ വോയിസ് ഇടുന്നൊക്കെ കേൾക്കലുണ്ട്, അതിനെ സാന്ത്വനിപ്പിക്കലും ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളൊരു വർത്താനം കൊണ്ട് ഓർക്കൊരു സമാധാനം കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ? എന്നിട്ട് പിന്നെ നമ്മളെ പറ്റ ചവിട്ടി താത്തിക്കാണ്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ 2-3-4 കമന്റുകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ അതൊന്നും ഒഴിവാക്കല. ഇന്നത്തെ വീഡിയോസിന്റെ അടിയിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ അപ്പം തന്നെ കമന്റ് കൊടുത്തു കേട്ടോ. ഞാൻ അങ്ങനെ കൊടുക്കാത്ത ആളാണ്, നിങ്ങൾക്ക് അറിയണതാണല്ലോ അല്ലേ? അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളെ ഡിലീറ്റ് ചെയ്യല. നമ്മളെ വീഡിയോൻ്റെ അടിയിൽ കമന്റ് ഇടാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ വീഡിയോൻ്റെ അടിയിൽ എന്ത് വേണമെന്ന് അതിനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് റിപ്പോർട്ട് അടിച്ച് എന്ത് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം അല്ലേ? അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളൊരു വീട്ടമ്മമാർക്കും വേണ്ടിക്കാണ്ട് ഒരു സംരംഭത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാതെ ഞാൻ ആ ചട്ടി കുടിക്കാൻ കാണിച്ചു തരല്ലോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ. അപ്പം ഞാനതാ പറഞ്ഞു കൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇത്രയും ബുദ്ധിമുട്ടിലും സാഹചര്യങ്ങളിലും ഞാനൊരു വീഡിയോസ് എടുത്ത് നമ്മളെ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഭക്ഷണം ചെയ്ത് എല്ലാം മാനേജ് ചെയ്ത് ഇത് നിങ്ങൾ പൈസ തന്നാൽ നിങ്ങൾക്ക് അറിയാലേ? നിങ്ങൾ വിളിക്കലുണ്ട്, വിട്ടാത്ത ചോദിച്ചു കണ്ട് അത് ആ നേരത്തെ അവിടെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോണു.
പിന്നെ അതാ ഞാൻ പറയുന്നത്, ഒരാളോട് കൈ നീട്ടേണ്ട അവസ്ഥ നമുക്ക് വരരുത്. സഹായിക്കണവര് സഹായിക്കട്ടെ, അൽഹംദുലില്ലാ. കഴിവുള്ളവൻ കഴിയില്ലാത്തവരെ സഹായിക്കട്ടെ. അതിന് അല്ലാഹു തആല ഓൾക്ക് ഒരുപാട് ബർക്കത്ത് വാരി കോരി കൊടുക്കും. പറഞ്ഞ പോലെ ഇതുപോലുള്ള ബാഡ് കമന്റുകളൊന്നും ഇടല്ലേ കേട്ടോ, നമ്മളെ തളർത്തല്ലേ. നമ്മളിപ്പോ പഴയ പോലെയല്ല, കുറച്ചൊരു സ്ട്രോങ്ങിൽ വന്നിട്ടുണ്ട് അല്ലേ, പഴയ പാത്തുമല്ല. നമ്മള് ജീവിതം ഇങ്ങനെ ഇപ്പൊ നന്നായിട്ട് ആസ്വദിച്ച് പിടിച്ചു നിന്ന് തുടങ്ങുകയാണ്. നിനക്കറിയാലോ, ഒരു മൂലക്കല് ചവറ്റുകൊട്ടിയിൽ നിൽക്കണ പോലെ നിന്ന് ഞാനിപ്പോ ഏകദേശം ഇങ്ങനെ കുറച്ച്, അതിനോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഋഷ കയറി വരുമ്പോ ഒരുപാട് അവഗണനകള് കേൾക്കേണ്ടി വരുന്നത്, അതിനൊക്കെ പൊട്ടത്തിന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മള് പൊട്ടത്തിയാണ്, എന്നാലും സാമർത്ഥ്യം നമ്മളെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഞാൻ നിയന്ത്രിച്ച് പോണില്ലേ. എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും അതിനൊക്കെ കഴിയും കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ജീവിതം ബർക്കത്താവട്ടെ. അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.